ഹലോ ഗൈസ്, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും. അപ്പം നമ്മുടെ പത്രവാരായണത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 30 കർക്കിടകം 14. അപ്പോൾ നമുക്ക് നേരിട്ട് വാർത്തകളിലേക്ക് കിടക്കാം. വേറ്റിമൽ രതീഷ് വധക്കേസിലെ പിടികിട്ടാപ്പുള്ളി 1/4 നൂറ്റാണ്ടിന് ശേഷം അറസ്റ്റിൽ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ കതിരൂരാണ് സംഭവം. അപ്പോൾ അന്ന് 19 വയസ്സുള്ള നമ്മുടെ TK രതീഷിനെ കൊലപ്പെടുത്തിയ കേസിലെ CH അഷ്റഫാണ് 25 വർഷത്തിന് ശേഷം പോലീസിൻ്റെ പിടിയിലയക്കുന്നത്. അത് പത്രത്തിലെ പ്രധാന വാർത്തയായിട്ട് 25 വർഷം എന്ന് പറഞ്ഞാൽ ഒരാൾ വളരെ സുഗമമായിട്ട് ജീവിച്ചു. അതിനുശേഷം ഇനിയിട്ടുള്ള ജീവിതവും കൂടെ സുഗമമാകാവുന്ന രീതിയിൽ പിടിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. പ്രതി ജീവിച്ചത് തട്ടുകട നടത്തിയതാണ്. അതിരാവിലെ സ്ട്രോങ് ആയിട്ട് 2 ഓർഡർ, പിന്നാലെ അറസ്റ്റ് എന്ന് പറയുന്നുണ്ട്. കാർ വൈദ്യുതി തൂണിലിടിച്ച് മകൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ അമ്മയെ വണ്ടി കയറ്റിയിട്ട് തിരിച്ചു വരുന്നതിനിടയിലാണ്, ട്രെയിൻ കയറ്റിയിട്ട് തിരിച്ചു വരുന്നതിനിടയിൽ നമ്മുടെ സായന്ത് 26 വയസ്സുള്ള സായന്ത് മരണപ്പെട്ടത്. കുണ്ട്രയിൽ യുവാവിൻ്റെ മരണം CPOയ്ക്ക് സസ്പെൻഷൻ പറഞ്ഞിട്ടുണ്ട്. കതിരൂര് വെട്ടേറ്റ് യുവാവ് മരിച്ചു. പണ്ട് മാതൃഭൂമിയിൽ കൊടുത്തൊരു വാർത്ത കേട്ടോ, ആ മേലിൽ അതും മാതൃഭൂമി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 25 വർഷം മുമ്പുള്ള ന്യൂസ്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ വിവാദമായപ്പോൾ തിരിച്ചു നൽകി കേന്ദ്രമന്ത്രി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി പിന്നെ ആളുടെ പേര് ഫഗീരത്ത് ചൗധരി. ഇയാൾ 99.6 ലക്ഷം രൂപ സബ്സിഡി വാങ്ങി കൃഷി ഇടത്തിലേക്ക്. എന്നിട്ടത് വിവാദമായപ്പോൾ ആ ഫണ്ട് തിരികെ നൽകി എന്നുള്ളൊരു വാർത്തയും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച അതുകൊണ്ട് ഇന്ന് വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കാര്യമായ മഴയൊന്നുമില്ല. ഞാൻ വയനാട്ടിൽ നിന്നാണ് യാത്ര തിരിച്ചത്. വേറെ ഏതെങ്കിലും മേഖലയിൽ മഴ പെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടി അവധി കൊടുത്തത് നല്ലത് എന്ന് തന്നെ പറയാം. മോശമായിട്ടല്ല അതിനെ ചിത്രീകരിച്ചത്. പിന്നെന്താ പറയുക, ഓപ്പറേഷൻ സൈഫണ്ട് 2 പേർ കൂടി അറസ്റ്റിൽ എന്ന് പറയുന്നുണ്ട്. ജില്ലയിൽ കൂടുതൽ കേസുകൾ വരുന്നുണ്ട്. ജയകുമാർ യാത്രയായി ആടുകളെ തനിച്ചാക്കി എന്ന് പറയുന്നുണ്ട്. പഴയങ്ങാടിയിൽ ആട് ഫാം നടത്തിയിരുന്ന നമ്മുടെ ജയകുമാർ ഏട്ടൻ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് മാതൃഭൂമിൻ്റെ വേറൊരു വാർത്ത. ഇന്ന് സെക്കൻഡ് പേജുണ്ട് മാതൃഭൂമിയിൽ സെക്കൻഡ് പേജുണ്ട്. പാർലമെൻറ്റിലും ഡെലൂലു എന്ന് പറയുന്നുണ്ട്. പ്രതിഷേധത്തിനിടെ പരീക്ഷാ ബിൽ പാസ്സാക്കി എന്ന് പറയുന്നുണ്ട്. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ കുറ്റപത്രം പറയുന്നുണ്ട്. പുഞ്ചിരി നിലച്ചിട്ട് 2 ആണ്ട് എന്ന് പറയുന്നുണ്ട്. അതാരതാന്ന് നോക്കട്ടെ. പുഞ്ചിരിവട്ടത്ത് ഉരുൾപൊട്ടൽ തകർന്ന വീടിനുള്ളിലെ അലമാരയിൽ ഇപ്പോഴും ശേഷിക്കുന്ന കളിപ്പാട്ടങ്ങളും ട്രോഫികളും. ഒട്ടേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ ആളനക്കമില്ല. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടിൻ്റെ 2ാം വാർഷികമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ പറയാം. അവരുടെ വിയോഗത്തിന് അങ്ങനെ 2 വയസ്സ്. ഒരുപാട് വേദനയോടുകൂടി ഓർക്കുന്ന ഒരു കേസാണ്. നേരം വിളക്കുമ്പോൾ നമ്മളെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. പിന്നെ വെടിവെക്കാൻ ഉത്തരവിട്ടത് അമിത്ഷാന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. സഭയിൽ ജൻസി ഭാഷ എന്ന് പറയുന്നുണ്ട്. പണം അയച്ചത് വയനാട് സ്വദേശിക്ക് പറയുന്നുണ്ട്. സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ MDMA വിറ്റു കിട്ടിയ പണമെല്ലാം പോയത് ഒരു വ്യക്തിയിലാണെന്ന സംശയം. വയനാട് സ്വദേശിയായ ഈ യുവാവിന് MDMA മൊത്തവിതരണക്കാരനാണെന്നും ഇയാളുടെ ശൃംഖലയിലെ ചില കണ്ണികൾക്ക് മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായവരെന്നുമാണ് പോലീസ് നിഗമനം. അപ്പം വയനാട്ടിലാണ് ടീച്ചർമാരുടെ പ്രധാന ആള്. DGP ശ്രീജിത്തിന് സാധ്യത കാണുന്നു. DGP ആയിട്ട് ശ്രീജിത്തിന് സാധ്യത കാണുന്നു എന്ന് പറയുന്നുണ്ട്. കേന്ദ്രം ഉറപ്പ് നൽകിയില്ല. CJP പ്രതിസന്ധിയിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമരം വീണ്ടും ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ മൻമോഹൻ സിംഗിനെ കൽക്കരിപ്പാടം അഴിമതി കേസിലെ ക്ലീൻ ചിറ്റ് പറയുന്നുണ്ട്. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സ്ഥിതി ദയനീയമെന്ന് പറയുന്നുണ്ട് കോടതി. കൊച്ചിയിലാണ് കേട്ടോ. PF പെൻഷൻ 2014 മുമ്പ് വിരമിച്ചവർക്കും ആശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ നൽകിയില്ലെന്ന പേരിൽ ഉയർന്ന പെൻഷൻ നൽകാനാകില്ല എന്നും കോടതിയുടെ പരാമർശമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. എന്തൊക്കെയായാലും എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.